ആദ്യം ഗോപാൽ ശിലാസ്ഥലിലേക്കാണ് പോകുന്നത്. ഗോപാൽ, ഇപ്പോൾ ഈ അധ്യാപകനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അധ്യാപകൻ പറയുന്നത്. ഗൂഗിളിന്റെ സഹായപ്രകാരം എടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ആധികാരികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ട അധ്യാപകരാണ് ഗൂഗിളിനെ ആശ്രയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സംവിധാനം വഴി 10 ചോദ്യങ്ങൾ തന്നേക്കൂ എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഇങ്ങനെ ഒരു ക്ലബ്ബ്, അതിനുവേണ്ടി അധ്യാപകർ, അവർക്ക് ഈ പറയുന്ന ചുമതലകൾ, ഇതിന്റെ ഒന്നിനെയും ആവശ്യമില്ല. വിചിത്രമായ ഒരു ആരോപണമാണ് അത്. ത്തിലുള്ള ചോദ്യമാണ് ഇങ്ങനെ ഗൂഗിളിന്റെ സഹായത്തോടു കൂടി യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ തയ്യാറാക്കിയത് എന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയത്തിൽ ഇത്ര കർശന സ്വഭാവത്തിലൊരു നടപടി ഉണ്ടാകേണ്ടി വരുന്നതും. കഴിഞ്ഞ ഓഗസ്റ്റ് 6-ാം തീയതിയാണ് കാസർഗോഡ് കുമ്പള പള്ളത്തെടുക്ക എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു സ്കൂളിലെ അധ്യാപകനായ ഗുരുപ്രസാദ് ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ തയ്യാറാക്കുകയും ആ ചോദ്യം കുമ്പളയിലെയും മറ്റു ചില ഉപജില്ലകളിലെയും ഫ്രീഡം ക്വിസിന് ചോദ്യാവലിയായി നൽകുകയും ചെയ്തു. ആ ചോദ്യപേപ്പറിലായിരുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന ചോദ്യത്തിന് വി ഡി സവർക്കർ എന്ന ഉത്തരം ഉൾപ്പെടുത്തിയിരുന്നത്. ഇത് വിവാദമായതിന് പിന്നാലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടുകയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിന് ചുമതലപ്പെടുകയും ചെയ്തിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടന്നിരിക്കുന്നത്. വലിയ ഗുരുതര സ്വഭാവത്തിലുള്ള, അല്ലെങ്കിൽ അങ്ങേയറ്റം ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു വീഴ്ചയാണ് ഈ അധ്യാപകന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. അതിനോടൊപ്പം തന്നെ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ചരിത്രത്തിന് യാതൊരു പിൻബലവും ഇല്ലാത്ത തരത്തിലാണ് ഈ ചോദ്യം തയ്യാറാക്കിയിരിക്കുന്നത്. ഫ്രീഡം ക്വിസ് ആകുമ്പോൾ ചരിത്രത്തെ വിസ്മരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന് പിൻബലമില്ലാത്ത ഈ ചോദ്യം ഉൾപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു എന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഇതിനോടൊപ്പം തന്നെ രേഖാമൂലം ഉത്തരവ് തന്നെ ഇത് നൽകിയിട്ടുണ്ട്. കാരണം എയ്ഡഡ് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ട് ഇടപെടുന്നതിനും നേരിട്ട് നടപടിയെടുക്കുന്നതിനും പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ വിദ്യാഭ്യാസ നിർദ്ദേശം നൽകുകയും ഇന്ന് തന്നെ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഉത്തരവ് മാനേജറിൽ നിന്ന് വാങ്ങി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ അറിയിപ്പാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ തുടർ അന്വേഷണം, ഈ ഒരു വിഷയം കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. ഏത് സാഹചര്യത്തിലാണ്, നേരത്തെ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ചോദ്യം തയ്യാറാക്കിയത്, എന്ത് അടിസ്ഥാനത്തിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ, അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. തുടർ നടപടികൾ ഇപ്പോൾ